വികസനം തിരിഞ്ഞു നോക്കാതെ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ്. നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച മാർക്കറ്റ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പോഴും ചുമപ്പ് നാടയിലാണ്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനത്തിനു ശേഷം പിന്നീട് വെളിച്ചം കണ്ടില്ല. വികസനങ്ങൾ നടത്തണമെന്ന ഇടതുമുന്നണി ഭരിക്കുന്ന പുനലൂർ നഗരസഭയ്ക്കും തീരെ താൽപ്പര്യമില്ല. പരസ്പര സഹകരണം ഇല്ലാത്തതും കൂട്ടായ്മയില്ലാത്തതും കാരണം വികസനം വഴിമുട്ടിയിരിക്കുകയാണ്. നഗരസഭയിലെ സ്ഥിരം സമിതികൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ പതിവായതോടെ പട്ടണം വികസന മുരടിപ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ഏറെ നാളുകളായി ഭരണസമിതിക്കുള്ളിൽ നിലനിൽക്കുന്ന ശീതസമരം പാർട്ടി നേതൃത്വത്തിനു പോലും ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷം മാത്രം അവശേഷിക്കെ എങ്ങനെയും കാലാവധി പൂർത്തിയാക്കിയാൽ മതിയെന്നാണ് മിക്ക കൗൺസിലർമാരുടെയും ചിന്ത. 5 വർഷം CPIയും CPMും മാറി മാറി ഭരണം നടത്തിയിട്ടും പൊതുമാർക്കറ്റിനു വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചു എന്നതല്ലാതെ കരാർ നൽകുന്നതിനുള്ള നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. പദ്ധതി നടപ്പാക്കുന്നത് പുനലൂർ നഗരസഭയും ഫിഷറീസ് വകുപ്പും ചേർന്നായിരുന്നു. കിഴക്കൻ മേഖലയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ ചന്തകളിൽ ഒന്നാണ് ശ്രീരാമവർമ്മപുരം. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പൊതുമാർക്കറ്റിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ തുലാസിലാണെന്ന വ്യാപാരികൾ തന്നെ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഭൂരിപക്ഷവും കാലപ്പഴക്കം കാരണം നശിച്ചു. നിലനിൽക്കുന്നവയാകട്ടെ ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലും. വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനായി മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന് മുകളിൽ ഷെഡുകൾ നിർമ്മിച്ചതാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്ന ഏക വികസനം. അതിനാകട്ടെ അശാസ്ത്രീയ നിർമ്മാണമെന്ന പഴിയും കേൾക്കേണ്ടി വന്നു. മാർക്കറ്റിലെ സ്ലോട്ടർ ഹൗസുകളോ മത്സ്യവിപണന കേന്ദ്രമോ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഒന്നും നവീകരണത്തിൻ്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ല. ഭരണസമിതിയുടെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷമാകട്ടെ ഇവിടെ നിശബ്ദരാണ്. അവിടെയും കൗൺസിലർമാരും UDF നേതൃത്വവും 2 തട്ടിലാണ്. സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഭരണസമിതിയെ ചോദ്യം ചെയ്യാനോ മികച്ച ഭരണം നടത്താനോ പ്രതിപക്ഷത്തിനും സമയമില്ല. നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനം മാത്രം തുടങ്ങേണ്ട ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കഴിഞ്ഞ താഴിട്ട് പൂട്ടിയതാണ്. അതിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വികസനമില്ലാത്തൊരു പ്രദേശമായി മാറിയിരിക്കുകയാണ് പുനലൂർ പട്ടണം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.